ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് പബ്ബും ഡാൻസ് പാർട്ടിയാണോ? എന്നാൽ അത് മാത്രമല്ല കേട്ടോ, കാണാനും ആസ്വദിക്കാനും പറ്റുന്ന വേറെ ഒരുപാട് എലമെൻറ്റ്സ് ബാംഗ്ലൂരിലെ രാത്രികൾക്കുണ്ട്. 2019 വരെ എന്നെ സംബന്ധിച്ച് ബാംഗ്ലൂർ എന്ന് പറയുന്നത് വന്ദനം മൂവിയിൽ കണ്ട ഗാഥയും ഉണ്ണികൃഷ്ണനും കണ്ടുമുട്ടി പ്രണയിച്ച സ്ഥലം മാത്രമായിരുന്നു. യൂട്യൂബിൽ വന്ദനം മൂവി പ്ലേ ചെയ്ത് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അത് ഗൂഗിൾ ലെൻസിൽ കൊണ്ടുപോയിട്ട് തപ്പി ലൊക്കേഷൻ സീൻസ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. ആസ് എ 90s കിഡ് എൻ്റെ ഒരുപാട് ഫേവറേറ്റ് മൂവീസിൽ ഒന്നാണ് വന്ദനം. ആ ട്രാഫിക് ബ്ലോക്കിൽ വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞിരുന്നെങ്കിൽ, കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് അതൊന്നുമല്ല, ചിലപ്പോഴൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുക. CA പാസ്സായി പ്ലേസ്മെൻറ്റിന് മുമ്പുള്ള ഓറിയൻറ്റേഷൻ അറ്റൻഡ് ചെയ്യാൻ കേരളത്തിൽ സീറ്റ് ഇല്ലാത്തതുകൊണ്ട് ബാംഗ്ലൂർ സീറ്റ് ബുക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ ബാംഗ്ലൂർ വരാനുള്ള ആത്മവിശ്വാസക്കുറവ് കാരണം ഇവിടെ ബുക്ക് ചെയ്ത സീറ്റും ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് മിനിറ്റിൽ കോഴിക്കോട് ICA അനൗൺസ് ചെയ്ത സീറ്റിൽ ഓറിയൻറ്റേഷൻ അറ്റൻഡ് ചെയ്ത ആളാണ് ഞാൻ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോഴൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും വി വിൽ ഗെറ്റ് ദെയർ. ചെന്നൈയിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആദ്യത്തെ 2 റൗണ്ട് ക്ലിയറിങ് ചെയ്ത് കഴിഞ്ഞ് HR റൗണ്ട് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്ലേസ്മെൻറ്റ് ബാംഗ്ലൂരാണെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, ചിലപ്പോൾ എനിക്കായിട്ട് ഇതായിരിക്കും കരുതി വെച്ചിരിക്കുന്നതെന്ന് കരുതി ബാംഗ്ലൂർക്ക് വണ്ടി കയറി. ആൻഡ് ദ സിറ്റി ഹാസ് നെവർ ലെറ്റ് മീ ഡൗൺ. എൻ്റെ ഒരുപാട് നല്ല മെമ്മറീസ് ഈ സിറ്റിയായിട്ട് കണക്റ്റഡ് ആണ്. ബാംഗ്ലൂർ ഗേവ് മീ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആൻഡ് ഫ്രീഡം. ബാംഗ്ലൂരിനെ പറ്റി പലർക്കും പല അഭിപ്രായമാണ്. പൊല്യൂഷനും ട്രാഫിക്കും ഒക്കെ സഹിച്ച് ബാംഗ്ലൂർ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നവരുണ്ട്. ബാംഗ്ലൂർ പോയാൽ പിള്ളേർ വഷളായി പോവും എന്ന് പറയുന്നവരും ഉണ്ട്. ഞാൻ പറയുന്നതല്ല കേട്ടോ, പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഈ മിസ്കൺസെപ്ഷൻസ് ഒക്കെ ആദ്യം എനിക്കും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ധൈര്യക്കുറവിന് കാരണം. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടെയുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മളിലേക്ക് എത്തുന്നത്. ഞാനിവിടെ നിന്ന് ആഗ്രഹിച്ചത് നല്ലൊരു ജോലിയും സോഷ്യൽ സ്റ്റാറ്റസും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും ഒക്കെയാണ്. അതൊക്കെയാണ് എനിക്ക് ഈ സിറ്റി തന്നതും. ഡ്രഗ്സ് അന്വേഷിച്ച് വരുന്നവർക്ക് അതും കിട്ടും. പക്ഷെ നമുക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നോട്ട് ദ പ്ലേസ് വെർ വി ഗോ. സാറ്റർഡേ നൈറ്റാണ്, വീക്കെൻഡാണ്. ഡിന്നർ പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഇലക്ട്രോണിക് സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ നല്ല മലയാളി ഫുഡ് അന്വേഷിച്ച് അധികം എങ്ങും പോകണ്ട, മടിവാളയിലേക്ക് നേരെ ചെന്നാൽ മതി. യൂഷ്വലി കൈരളി റെസ്റ്റോറൻറ്റിലേക്കാണ് പോവാറ്. പക്ഷേ ഇത്തവണ അവിടെ പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ടും വീക്കെൻഡ് ആയതുകൊണ്ട് കേരളത്തിലേക്ക് പോകാനുള്ള ബസ്സുകൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിരനിരയായിട്ട് പാർക്ക് ചെയ്തിരുന്നതുകൊണ്ടും നേരെ സേവറി റെസ്റ്റോറൻറ്റിലേക്ക് കയറി. സേവറി ഒട്ടും മോശമല്ല കേട്ടോ, നല്ല അടിപൊളി കേരള ഫുഡ് കിട്ടും. ആദ്യം ഓർഡർ ചെയ്തത് ചായയാണ്. പുട്ടും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ബീഫും ഉണ്ടായിരുന്നില്ല, പുട്ടും ഉണ്ടായിരുന്നില്ല. എൻ്റെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബിരിയാണി ആയിരുന്നു. എത്ര കഴിച്ചാലും മടുക്കാത്തൊരു ഫുഡാണ് എനിക്ക് ബിരിയാണി. പക്ഷേ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അങ്ങനെ അധികം കഴിക്കാറില്ല. ഹസ്ബൻഡിനും കുഞ്ഞിനും വേണ്ടി അപ്പവും ചിക്കൻ കറിയും ഓർഡർ ചെയ്തു. സൈഡൊക്കെ നേരിയ റെഡ് കളറിൽ മുരിഞ്ഞ് ചെറിയൊരു മധുരമുള്ള അപ്പവും പിന്നെ മലബാറി ചിക്കൻ കറിയും. ഓർഡർ വരാൻ സമയമെടുത്തപ്പോൾ വൈഷുവിന് ബോറടിച്ചു തുടങ്ങി. ആ ബോറടി മാറ്റാനായിട്ട് നേരത്തെ തന്നെ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. വൈഷു ആ വീഡിയോസൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇറങ്ങി ഓടാൻ തുടങ്ങിയാൽ പിന്നെ അതൊരു വലിയ പണിയാവും. തിരിച്ചു കൊണ്ടുവന്നിരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. നോമ്പിൻ്റെ സമയമായതുകൊണ്ട് നോമ്പ് തുറക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറയുടെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നാക്സൊക്കെ ചിലപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ കഴിച്ചിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നവരായിരിക്കാം. ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നേരെ ബേസ്മെൻറ്റിൽ വന്ന് കാർ എടുത്തു. ബ്ലോക്ക് ഇല്ലെങ്കിൽ രാത്രി ഡ്രൈവ് ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ബാംഗ്ലൂരാണ്, വീക്കെൻഡാണ്, ബ്ലോക്ക് ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ് ബസ് സ്റ്റോപ്പ്. കേരളത്തിലേക്ക് പോകാനുള്ള മലയാളീസാണ് കേട്ടോ നിൽക്കുന്നത് മുഴുവൻ. ബാംഗ്ലൂർ വീക്കെൻഡ്സിൽ ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. ഞാനും കല്യാണത്തിന് മുമ്പ് അവിടെ നിന്നാണ് ബസ് കയറിക്കൊണ്ടിരുന്നത്. ഒരു തവണ ട്രെയിനിലൊരു ദുരനുഭവം ഉണ്ടായ ശേഷം ഞാനും പിന്നെ ഓപ്റ്റ് ചെയ്യുന്നത് ബസ്സാണ് നാട്ടിലേക്ക് പോകാൻ. സെൻറ്റ് ജോൺസിൻ്റെ സിഗ്നലാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു 5 മിനിറ്റ് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഞങ്ങളിത് തിരിച്ചു പോവാണ്. നേരെ ഫ്ലൈ ഓവറിൽ കയറിയാൽ പിന്നെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. അതാണ് ഇലക്ട്രോണിക് സിറ്റി ആയതുകൊണ്ടുള്ള ഗുണം.
വൈഷുവിന് ഒരു 2 വയസ്സായപ്പോൾ തൊട്ട് ഞാൻ ബാക്ക് സീറ്റിലാണ് കേട്ടോ കൂടുതലും ഇരിക്കാറ്. ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ കേരളത്തിൽ ഫ്രണ്ടിലിരുന്നൊരു കുട്ടി മരിച്ച സംഭവം കേട്ടതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പയ്യെ വർത്താനമൊക്കെ പറഞ്ഞ് പോവാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം തീരുവാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.